ഈ സമരം നമുക്ക് വേറെ നിവർത്തിയില്ല. ഇതെന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ചോദിക്കുന്നത്. ഒരുപാട് ജീവിതങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ, അങ്ങനെ മാത്രം നിങ്ങൾ ഈ വീഡിയോയെ കാണുക. പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് രേഖപ്പെടുത്തണം. അറ്റ്ലീസ്റ്റ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം. കൂടാതെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക്. CJP നടത്തിയ ഒരു പ്രൊട്ടസ്റ്റ് അങ്ങ് ഡൽഹിയിൽ. ഇവിടെ ഇരുന്നു കൊണ്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ നമ്മളെല്ലാവരും എന്തോരം സപ്പോർട്ട് ചെയ്തു. എന്തോരം സപ്പോർട്ട് ചെയ്തു നമ്മൾ. നല്ല കാര്യം ചെയ്തോളൂ, തെറ്റാണെന്ന് ഞാൻ പറയില്ല. നമ്മുടെ നാട്ടിൽ കുറേ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങോട്ടും കൂടെ ഒരു ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ശ്രദ്ധ കൊടുത്തൂടാ നിങ്ങൾക്ക്? എനിക്ക് അത്രേ നിങ്ങളോട് ചോദിക്കാനുള്ളൂ. നിങ്ങളെ ആരെയും വഴക്ക് പറയുകയോ അല്ലെങ്കിൽ തള്ളി പറയുകയോ നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുത്. പക്ഷേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്നും ഹൈഡ് ചെയ്ത് വെച്ച് നിങ്ങളെ എടുത്ത് എപ്പോഴും തലയിൽ വെച്ചുകൊണ്ട് നടക്കാൻ വയ്യ. തെറ്റുകൾ എനിക്ക് പറ്റും, നിങ്ങൾക്ക് പറ്റും. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഞാൻ ചില പോയിന്റ്സ് ശ്രദ്ധിക്കാതെ പോകും. അത് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടും കൊടുക്കും. അതുപോലെ തന്നെ അങ്ങനെ മാത്രം നിങ്ങൾ എടുക്കുക. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ PSC കുറേ പാവങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇനിയെങ്കിലും നമുക്ക് അവർക്ക് സപ്പോർട്ട് കൊടുക്കണം. ഇനിയെങ്കിലും മണ്ണ് വാരി തിന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. അന്നിവിടെ ഒരാളും അവരെ മൈൻഡ് ചെയ്തില്ല. 1-2 ദിവസം ചാനലുകാർ അവരുടെ പുറകെ പോയി, അത് കഴിഞ്ഞത് വിട്ടു. ഇനിയെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ശബ്ദിക്കണം. നിങ്ങൾ ഈ വാർത്ത കേൾക്ക്, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഈ സമരം നമുക്ക് വേറെ നിവർത്തിയില്ല. ഇതെന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ അവകാശത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ചോദിക്കുന്നത്. നമ്മൾ വേറെ അധികമായിട്ട് ആവശ്യമൊന്നുമില്ല. നമ്മൾ കൺട്രി എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. എന്നിട്ടുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും നമുക്ക് ഇതാണ് അവസ്ഥ വരുന്നത്. ഇതെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഈ ഒരു നൂറ്റാണ്ടിൽ ഈ ഒരു അവസ്ഥയാണെങ്കിൽ ഇനി പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നിങ്ങളുടെ ഒരു ഗതികേട് കാരണമായിരിക്കും ഇങ്ങനെ ഒരു സമരം. അതെ, അതുകൊണ്ട് തന്നെയാണ് ഈ സമരം. ഞങ്ങൾ ഇത്രയും നേരം ഞങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി. പക്ഷെ ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഈ പ്രതീക്ഷ. ഡെമോക്രാറ്റിക് കൺട്രി കൊള്ളാം, പറയാൻ കൊള്ളാം, അത്രയേ ഉള്ളൂ. എനിക്ക് അങ്ങനെ തോന്നുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല. മണ്ണ് വാരി തിന്നുന്നത് കണ്ടു. ഇപ്പോൾ അതാ പുല്ല്, അവരുടെ ഒരു ഗതികേട്. എവിടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനലുകാർ? എന്തുകൊണ്ട് 24 മണിക്കൂറും അവരുടെ മുമ്പിൽ ക്യാമറയും വെച്ചുകൊണ്ട് നിന്ന് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെ എത്തിക്ക് ജനങ്ങളിലേക്ക്? അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് ചെല്ലും, എന്തെങ്കിലും ഒപ്പിയെടുക്കും, കാണിക്കും, അവരവരുടെ പൊടിയും തട്ടിപ്പോകും അല്ലേ? ഇനി അവരും അവിടെ കിടന്ന് അടി കൊള്ളണോ? അല്ലെങ്കിൽ അടി ഉണ്ടാക്കണോ? അപ്പോഴേ കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുള്ളോ? അല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു രാഷ്ട്രീയം അവിടെ കിടന്ന് കുത്തിമറിയുന്നത്. നിങ്ങൾ കണ്ടില്ലേ? ആർക്കോ എന്തിനോ വേണ്ടി. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ആർക്കൊക്കെയോ സ്വയ ലാഭത്തിന് വേണ്ടി അവിടെ ചില രാഷ്ട്രീയ പാർട്ടിക്കാർ കിടന്ന് കുറച്ച് കോപ്രായങ്ങൾ, എനിക്ക് അങ്ങനെയേ പറയാനുള്ളൂ, കുറച്ച് കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് നേരം, അത് കഴിയുമ്പോൾ അവർ പോകും പൊറോട്ടയും ബീഫും കഴിക്കാൻ. ദാറ്റ്സ് ഓൾ. എനിക്കതിനെ അങ്ങനെയേ കാണാൻ പറ്റുന്നുള്ളൂ. ഡൽഹിയിൽ നടന്നതുപോലൊരു പ്രൊട്ടസ്റ്റ്, വോട്ടെവർ, അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. അതുപോലൊരു സാധനമൊക്കെ ഇവിടെ വരണം. എങ്കിൽ മാത്രമേ അവിടെ ആ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന ആ പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു നീതി കിട്ടുകയുള്ളൂ. അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് മീൻസ് എവിടെ വലിയ വലിയ നടന്മാരൊക്കെ എവിടെ? എന്താ ഒരു അക്ഷരം മിണ്ടാത്തത്? താരങ്ങളുടെ മക്കൾ എവിടെ? എന്തുകൊണ്ട് ആർക്കും സംസാരിക്കണ്ട? അങ്ങ് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുന്നേ സ്വന്തം നാട്ടിൽ നടക്കുന്ന പ്രശ്നത്തിൽ ഒരു വാക്ക് മിണ്ടിക്കൂടെ? ഇന്ന് മിണ്ടും, പിന്നെ 2 ദിവസത്തേക്കില്ല. അതാണ് അവസ്ഥ. അതെന്താ അങ്ങനെ? എനിക്കതാ പിടികിട്ട. അതെന്താ അങ്ങനെ? സ്വന്തം നാട്ടിലൊരു കാര്യം വരുമ്പോൾ മാത്രം എന്താ ആർക്കും വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റേ രോമം അങ്ങോട്ട് പൊങ്ങാത്തത്, തിളയ്ക്കാത്തത് എന്താ?
ഒച്ച എന്താ പുറത്തേക്ക് വരാത്തത്? പ്രിയപ്പെട്ടവരെ, ഒരപേക്ഷയാണ്. കുറച്ചു പേരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. വലുതായിട്ട് ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും കാണത്തില്ല ഈ ടോപ്പിക്കൊന്നും. ഭൂരിഭാഗം ആളുകൾക്കും കാണേണ്ടത്, നമ്മളെ കുറ്റം പറയുന്നത്, നീയൊക്കെ പരദൂഷണം, പക്ഷെ അത് കാണാനേ ഉള്ളൂ ആളുകൾ. നിങ്ങളിൽ എത്ര പേര് കാണുന്നുണ്ട് ഈ വീഡിയോ? ആ കാണുന്നവരൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ ഒരുപാട് പാവങ്ങൾ ഈ ഓണക്കാലത്ത് അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് പുല്ല് തിന്നുക. എന്തിന്? അതും കൂടെ ഒന്ന് ഓർത്താൽ മതി. എല്ലാവരും ഒന്ന് ഓർത്താൽ മതി, മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമമുണ്ട്. എനിക്കതാണ് കൂടുതലൊന്നും ഞാൻ വലിയ ലെങ്ത് കൂട്ടിയൊരു വീഡിയോ എനിക്ക് താല്പര്യമില്ല. ജസ്റ്റ് ഒന്ന് കാര്യം പറയണം, അവർക്കൊന്ന് സപ്പോർട്ട് കൊടുക്കണം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. വിശദീകരിച്ച് വലിയ ലെങ്ത്തുള്ള വീഡിയോ ആക്കി ഇതിനകത്തുനിന്ന് ഒരുപാട് കാശുണ്ടാക്കി ഇതിനകത്തുനിന്ന് എനിക്കത് വേണ്ട. കാണുന്ന ഒരു 10 പേരാണെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുക. മാക്സിമം ആൾക്കാരിലേക്കൊന്ന്, നമുക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അതിനുവേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റിയാൽ ഷെയർ ചെയ്യുക. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, നിങ്ങളുടെ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.